ശ്രുതി പറയുന്നു. ആനന്ദം സ്വസ്വരൂപം തന്നെ. നമ്മൾ സാധാരണ ധരിക്കുന്നത് പോലെ അനുഭവ വിഷയമായിരിക്കുന്ന ആനന്ദമല്ല. ആ കാര്യത്തെ ഇവിടെ വീണ്ടും ഉറപ്പിക്കുകയാണ്, ഒന്നുകൂടി വ്യക്തമാകും. ആനന്ദ സ്വയമേവ ആത്മാ ഭേദസംസർഗവർജിത ദുഃഖഹേതു വിനിർമുക്തൗ അതിഘ്നീ ഏത്യതസ്വത. ആനന്ദത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരുന്നു, അതിന് നിവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ആനന്ദ സ്വയമേവ ആത്മാ. ആനന്ദം എന്ന് പറയുന്നത് സ്വരൂപം തന്നെയാണ്. എന്നുവെച്ചാൽ അനുഭവ വിഷയമായിരിക്കുന്ന ഒന്നിനല്ല പറയുന്നു. ആർജിതമായി ആകുന്ന ആനന്ദമല്ല, മനസ്സിലൂടെയോ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടോ ഒന്നും നേടാവുന്നുള്ള ഒന്നല്ല. ഇവിടെ പറയുന്ന ആത്മയെന്നുള്ള സ്വരൂപമാണ്. ഒരിക്കലും സ്വസ്വരൂപത്തെ വിഷയമാക്കാൻ പറ്റത്തില്ല. ആനന്ദത്തെ വിഷയരൂപത്തിൽ ആനന്ദിക്കുന്ന അനുഭവമായി തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ വിഷയരൂപത്തിൽ അനുഭവിക്കുന്ന ആനന്ദത്തിന്റെ ഒരു പരമകഷ്ടം പരമാവധി അനുഭവിക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ചിലർ പറയും, എന്താണ് ആനന്ദത്തിൽ ബോധം നശിച്ചു, അത്രയും വലിയ ആനന്ദമാണ്. ആനന്ദം സഹിക്കാൻ വയ്യാതെ തലയൊക്കെ പൊട്ടിപ്പോവും, ഞരമ്പുകൾ പൊട്ടിപ്പോവും. ചിലരും അങ്ങനെ ആശുപത്രിയിലായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ അതിശോക്തികളും ഭാവനകളും കൽപ്പനകളുമാണ്. ഇവിടെ പറയുന്നു സ്വയമേവ സ്വസ്വരൂപമാണ്. സ്വസ്വരൂപം എങ്ങനെ തല പൊട്ടിക്കുന്നു, ഞരമ്പ് പൊട്ടിക്കുന്നു, എങ്ങനെ? അതൊന്നുമല്ല. അതും പറയുന്നു ഭേദസംസർഗവർജിത. നമ്മൾക്ക് അനുഭവിക്കാവുന്ന പരമാവധി ആനന്ദവും ഭേദസംസർഗത്തോടു കൂടിയതാണ്. ഭേദസംസർഗം എന്ന് പറയുന്നത് എന്താണ്? താൻ അനുഭവിക്കുന്നവൻ, ആനന്ദം, രണ്ടും തമ്മിലുള്ള ബന്ധം അവിടെ കാണും. ഞാൻ പാൽപ്പായസം കുടിച്ച് സുഖത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ സുഖം എൻ്റെ മുമ്പിൽ, എൻ്റെ മനസ്സിൽ അനുഭവിക്കുന്ന ഞാൻ ആസ്വാദനം എന്ന് പറയുന്ന ക്രിയ എൻ്റെ അന്ധകരണത്തിൽ നടന്നുകൊണ്ടിരിക്കും. അത് ഭേദസംസർഗത്തോടു കൂടിയതാണ്. ഇനി അതിലും വലിയ ആനന്ദത്തെ അനുഭവിച്ചിരിക്കട്ടെ. അവിടെ ഈ ഭേദസംസർഗം, ഭേദസംബന്ധം, ഭോക്താവും ഭോഗ്യവുമായിട്ടുള്ള സംബന്ധം, അനുഭവിക്കുന്നവനും അനുഭവ വിഷയവുമായിട്ടുള്ള സംബന്ധം, ഈ സംബന്ധം നിലനിൽക്കും. അത് എത്ര വലിയ ആനന്ദമായാലും ശരി, അവിടെ അനുഭവമുണ്ടോ, ഭേദസംസർഗം ഉണ്ടായിരുന്നു. സമാധിയിലെ സുഖം അനുഭവിച്ചാലോ, എവിടെ അനുഭവിച്ചാലും ഭേദസംസർഗം ഉണ്ടായിരിക്കും. അല്ലാതെ അനുഭവിക്കുന്നവനില്ലാതെ അനുഭവം സാധ്യമല്ല. അതിനാണ് ആ വ്യത്യാസത്തെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സുഷുപ്തിയെ പ്രത്യേകം കാണിക്കുന്നു. എന്തുകൊണ്ടവിടെ ഗാഠനിദ്രയിൽ അനുഭവിക്കുന്നവനില്ല. അതുകൊണ്ട് അനുഭവം എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നില്ല. അനുഭവ വേദ്യമായ സുഖമോ ദുഃഖമോ ഭാവമോ അഭാവമോ യാതൊന്നും അവിടെ ഇല്ലാതെ നേരത്തെ ചർച്ച ചെയ്തു. അനുഭവം എന്ന് പറഞ്ഞു, അവിടെ ഭേദസംസർഗം ഉണ്ടായിരിക്കും. ശരി, അത് നമുക്ക് സമ്മതിക്കാം. പക്ഷെ ആനന്ദത്തിന്റെ കാര്യം എങ്ങനെയാണോ? ആനന്ദം അനുഭവിക്കേണ്ടേ, ഇല്ലെങ്കിൽ പിന്നെന്താ ആധ്യാത്മികത? ദുഃഖത്തെ ഒഴിവാക്കി, സാധാരണ പറയാറുണ്ടല്ലോ, ദുഃഖത്തെ ഒഴിവാക്കി സുഖത്തെ നേടാനാണ്, നിത്യസുഖത്തെ നേടാനാണ്. അപ്പം നിത്യസുഖത്തെ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറയുന്നു. പക്ഷെ ആ നിത്യസുഖം ദ്വന്ദ്വാത്മകമായ ഇന്ന് അനുഭവിക്കുന്ന സുഖത്തിന്റെ ഒരു
അതിശയസ്ഥാനമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അത് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ല. നിത്യസുഖം ഭേദസംസർഗവർജിതമാണ്. അത് അനുഭവിക്കുന്നവനില്ല. ദ്വന്ദ്വാത്മകമായ സുഖാനുഭവം പോലെ അങ്ങനെ ഒരു ആനന്ദത്തെ അനുഭവിക്കാൻ സാധ്യമല്ല. പിന്നെ ഈ ആനന്ദം ഇതിലെന്താ വിശേഷത? ഇങ്ങനെ ഒരു ആനന്ദത്തെ കുറിച്ച് വർണ്ണിക്കുന്നതുകൊണ്ട്, സ്വരൂപാനന്ദത്തെ കുറിച്ച് വർണ്ണിക്കുന്നതുകൊണ്ട് എന്താണ്? തത്വജ്ഞാനം കൊണ്ട് ഇവിടെ പിന്നെ എന്താ സാധിക്കുന്നു? അങ്ങനെ ആനന്ദസ്വരൂപമായി അത് അനുഭവ വിഷയമാകുന്നില്ല. തത്വജ്ഞാനം കൊണ്ട് എന്താ പ്രയോജനം? പറയുന്നു, ദുഃഖഹേതു വിനിർമുക്തവും അതിഘ്നീമിത്യതസ്വതഃ. അതിന് സ്വതഃ സ്വയം തന്നെ എന്നുവെച്ചാൽ ഇവിടെ ആ സ്വരൂപസ്ഥിതി, സുഷുപ്തിയിലും ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഏകരൂപത്തിലുള്ള ആ സ്വരൂപസ്ഥിതി, അവിടെ ജാഗ്രതത്തിലെ ജ്ഞാനം കൊണ്ട് വരുന്ന വിശേഷത എന്താണ്? ദുഃഖഹേതു വിനിർമുക്തോ, ദുഃഖഹേതുവിന്റെ മുക്തി. അതാണ് നമ്മൾ കരുതുന്നത് പോലെ ആനന്ദത്തിന്റെ പ്രാപ്തിയല്ല, മറിച്ച് ദുഃഖഹേതുവിന്റെ വിനിർമുക്തിയാണ് സംഭവിക്കുന്നത്. ദുഃഖഹേതു എന്താ? ഈ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ആ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ അറിവ് കൊണ്ടുപോകുന്നു. അപ്പോൾ ദുഃഖത്തിന്റെ ഹേതുവിന്റെ വിനിർമുക്തി അത്രയേ ഉള്ളൂ. അതിനാണ് ഇവിടെ പറഞ്ഞ അതിഘ്നി. ഭാഷകാരൻ അതിനെ വ്യാഖ്യാനിച്ചത് അതിഘ്നിയും അതിശയേന ദുഃഖം ഹന്തി. ദുഃഖത്തിന്റെ കാരണത്തെ ഹനിച്ചാൽ ദുഃഖവും അവിടെ ഹനിച്ചതായി. അതുകൊണ്ടാണ് പറയുന്നത് ആത്യന്തിക ദുഃഖ നിവൃത്തി. അത് തന്നിൽ സംഭവിക്കുന്നു, ശ്രോതാവിൽ സംഭവിക്കുന്ന ആത്യന്തിക ദുഃഖനിവൃത്തി. പക്ഷെ അവിടെ ഒന്നുകൂടെ ചേർത്ത് പറയും, എന്താണ് ആത്യന്തിക ദുഃഖനിവൃത്തിയും ആനന്ദപ്രാപ്തി എന്നൂടെ പറയും. ആനന്ദപ്രാപ്തി എന്നുള്ളതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്താണ്? സ്വതഃ. ആനന്ദപ്രാപ്തി എന്ന് പറയുന്നത് ദുഃഖനിവൃത്തിയെ തന്നെയാണ്.